നമസ്കാരം. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ ഇപ്പോൾ സ്വന്തം രാജ്യത്തിന്റെ പാർലമെന്റിൽ വെച്ച് ഭാരതീയ പ്രദേശം നേപ്പാൾ കയ്യേറിയിട്ടുണ്ട് എന്ന് പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തെ നാണം കെടുത്താൻ വേണ്ടി ചൈനയുടെയും യുകെയുടെയും സഹായത്തോടെ നടത്തിയ വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണിപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രിയുടെ സ്വന്തം നാവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നൂറ്റാണ്ടുകളുമായി ഇന്ത്യയുമായി നിലനിൽക്കുന്ന ആത്മബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെയും ഇതിന് പിന്നിലെ യഥാർത്ഥ ചരിത്രത്തെയും തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നേപ്പാൾ പാർലമെന്റിലെ ചോദ്യോത്തരവേളയിലാണ് നാടകീയമായ ഈ രംഗങ്ങൾ അരങ്ങേറിയത്. താൻ പ്രധാനമന്ത്രിയായ ശേഷം മനസ്സിലാക്കിയ വസ്തുത എന്ന നിലയിലാണ് ബാലേന്ദ്ര ഷാ ഇക്കാര്യം സഭയിൽ വിളിച്ചു പറഞ്ഞത്. നേപ്പാളിന്റെ പ്രദേശങ്ങൾ ഇന്ത്യ കയ്യേറിയതുപോലെ വിവിധയിടങ്ങളിൽ ഇന്ത്യയുടെ പ്രദേശം നേപ്പാളും കയ്യേറിയിട്ടുണ്ട് എന്നായിരുന്നു ഷായുടെ ഔദ്യോഗിക പ്രസ്താവന. ഇക്കാര്യം ഇന്ത്യയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് നേപ്പാൾ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ നേപ്പാൾ ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ്. ചൈനയും നേപ്പാളും ചേർന്ന് തയ്യാറാക്കിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണിത്. ഇതിന്റെ മറവിൽ ഇന്ത്യൻ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തി ജൻസി പ്രക്ഷോഭത്തിന്റെ മാതൃകയിൽ ഭരണം അട്ടിമറിക്കാമെന്ന് ഇവർ കരുതുന്നു. കൂടാതെ ഇതിൽ രാഹുൽ ഗാന്ധിയുമായുള്ള ചൈനയുടെ ബന്ധവും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പറയുന്നത് 2008 ബീജിംഗിൽ വെച്ച് കോൺഗ്രസ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തെക്കുറിച്ചാണ്. രാഹുൽ ഗാന്ധിയുടെയും ചൈനീസ് നേതാവ് ഷീ ജിങ് പിങ്ങിന്റെയും സാന്നിധ്യത്തിലാണ് അന്ന് സോണിയാഗാന്ധി ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഇരു പാർട്ടികളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനും പരസ്പര ചർച്ചകൾക്കുമായാണ് ഈ കരാർ ഉണ്ടാക്കിയതെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടി ചൈനയിലെ ഭരണകക്ഷിയുമായി ഇത്തരമൊരു രഹസ്യ സ്വഭാവമുള്ള കരാർ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് BJP ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന്. എല്ലാം ചേർത്ത് നോക്കുമ്പോൾ നേപ്പാളിനെ കൂട്ടുപിടിച്ചിട്ടുള്ള രാഷ്ട്രീയ കളികളാണ് ഇതിന് പിന്നിലെന്നത് വ്യക്തമാണ്. ഇന്ത്യ എല്ലായിടത്തും ഉയർന്നു നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രാതിനിധ്യം ജനങ്ങളുടെ ഇടയിൽ കുറയ്ക്കാനും ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കാനും അവർ താല്പര്യം കാണിക്കുകയാണ്. ബാലേന്ദ്ര ഷായുടെ പ്രസ്താവന പുറത്തു വന്നതോടെ നേപ്പാളിനുള്ളിൽ തന്നെ വൻ രാഷ്ട്രീയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. നേപ്പാളിലെ മുതിർന്ന നയതന്ത്ര വിദഗ്ധരും അന്താരാഷ്ട്ര നിയമ വിദഗ്ധരും പ്രധാനമന്ത്രിയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. ഭാരതത്തിന്റെ ഭൂമി നേപ്പാൾ കയ്യേറിയെന്ന വെളിപ്പെടുത്തലിന് കൃത്യമായ യാതൊരു രേഖകളുമില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി ഇങ്ങനെയൊരു ഉഭയകക്ഷി തർക്കം ഉന്നയിച്ചിട്ടില്ലാതിരുന്നിട്ടും നേപ്പാൾ പ്രധാനമന്ത്രി സ്വന്തം നിലയ്ക്ക് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് അന്താരാഷ്ട്ര വേദികളിൽ നേപ്പാളിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തും. ഭാരതവുമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ വിദഗ്ധരുടെ സഹായം തേടാമെന്ന് ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ ഭൂമി കയ്യേറിയെന്ന് സ്വന്തം പാർലമെന്റിൽ സമ്മതിച്ചതിലൂടെ നേപ്പാൾ നയതന്ത്രപരമായി വലിയൊരു പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ അതിർത്തി തർക്ക വിഷയത്തിൽ ഭാരതത്തെ ഒതുക്കാൻ വേണ്ടി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ ബ്രിട്ടൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി രഹസ്യ ചർച്ചകൾ നടത്തിയെന്ന വെളിപ്പെടുത്തൽ അങ്ങേയറ്റം ഗുരുതരമാണ്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തരവും ഉഭയകക്ഷിയുമായുള്ള ഒരു പ്രശ്നത്തിലേക്ക് മൂന്നാമതൊരു രാജ്യത്തെ, അതും ഭാരതത്തിന്റെ ശത്രുപക്ഷത്തുള്ള ചൈനയും പണ്ട് ഇന്ത്യ ഭരിച്ച ബ്രിട്ടനെയും വലിച്ചിഴക്കുന്നത് എന്തിനാണ്? നേപ്പാളിൽ എപ്പോഴൊക്കെ ഇന്ത്യ വിരുദ്ധ വികാരം അണപൊട്ടി ഒഴുകുന്നുവോ അപ്പോഴൊക്കെ അതിന് പിന്നിൽ ബീജിംഗിന്റെ കൃത്യമായ ഫണ്ടിങ്ങും പിന്തുണയും ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏഷ്യൻ മേഖലയിൽ നടത്തുന്ന വിപുലീകരണ നയത്തിന്റെ ഭാഗമായാണ് നേപ്പാളിനെ ഇന്ത്യക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നത്. നേപ്പാൾ യുകെയും കൂട്ടുപിടിക്കുന്നുണ്ട്. 1816 സുഗൌലി കരാർ ഒപ്പിട്ടത് ബ്രിട്ടീഷുകാരാണ്. ആ ചരിത്രരേഖകളിൽ കൃത്രിമം കാണിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിനെതിരെ സമ്മർദ്ദം ചെലുത്താനും വേണ്ടിയാണ് നേപ്പാൾ ഇപ്പോൾ യുകെയുടെ സഹായം തേടുന്നത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിലുള്ള ഭാരതത്തെ ഇത്തരം അന്താരാഷ്ട്ര സഖ്യങ്ങൾ കൊണ്ട് ഭയപ്പെടുത്താമെന്ന് കരുതുന്നത് നേപ്പാളിന്റെ വെറും ഭ്രമം മാത്രമാണ്. യാതൊരു ചരിത്രബോധവും ഇല്ലാതെയാണ് നേപ്പാൾ പ്രധാനമന്ത്രി ഇന്ത്യക്കെതിരെ അതിർത്തി കയ്യേറ്റ ആരോപണം ഉന്നയിക്കുന്നത്. 1816 ഒപ്പിട്ട ചരിത്ര പ്രസിദ്ധമായ സുഗൌലി കരാർ പ്രകാരമാണ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി നിശ്ചയിച്ചത്. ഈ കരാർ അനുസരിച്ച് മഹാകാളി നദിയുടെ കിഴക്കൻ ഭാഗം നേപ്പാളിൻ്റെതും പടിഞ്ഞാറ് ഭാഗം ഇന്ത്യയുടേതുമാണ്. നേപ്പാൾ അവകാശവാദം ഉന്നയിക്കാൻ നോക്കുന്ന ലിപുലേഖ്, കാലാപാനി, ലിപിയാദുര എന്നീ പ്രദേശങ്ങൾ ഈ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായും നിയമപരമായും ഇവ നൂറ്റാണ്ടുകളായി ഭാരതത്തിന്റെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇവിടെ നൂറ്റാണ്ടുകളായി
ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഔദ്യോഗിക പോസ്റ്റുകളുമുണ്ട്. ഇന്ത്യയാണ് ഇവിടെ ഭരണം നടത്തുന്നതും. ഇന്ത്യ തങ്ങളുടെ ഉത്തരാഖണ്ഡിൽ നിന്ന് ലിപുലേഖ് ചുരം വഴി മാനസ സരോവറിലേക്ക് ഒരു പുതിയ റോഡ് നിർമ്മിച്ചതാണ് നേപ്പാളിലെ ചൈനീസ് അനുകൂലികളെ പ്രകോപിച്ചത്. ഇതിനെ തുടർന്ന് 2020 നേപ്പാളിലെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇന്ത്യയുടെ ലിപുലേഖ്, കാലാപാനി പ്രദേശങ്ങൾ തങ്ങളുടേതാണെന്ന് കാണിച്ച് ഒരു വ്യാജ ഭൂപടം പാർലമെന്റിൽ പാസാക്കി. വിരോധാഭാസമെന്ന് പറയട്ടെ, നേപ്പാളിന്റെ വടക്കൻ അതിർത്തിയിലെ എത്രയോ ഹെക്ടർ കൃഷിഭൂമികളും വനമേഖലകളുമാണ് ചൈനീസ് സൈന്യം ഇതിനകം അനധികൃതമായി കയ്യേറി വേലികെട്ടി തിരിച്ചിരിക്കുന്നത്. എന്നാൽ ചൈനയുടെ ഈ യഥാർത്ഥ അധിനിവേശത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ബാലേന്ദ്ര ഷായ്ക്കോ അവിടുത്തെ ഭരണാധികാരികൾക്കോ ധൈര്യമില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃത്യമായ ഫണ്ടിങ്ങും പിന്തുണയും വാങ്ങിയാണ് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് ഇടനാഴി രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നത്. ചൈനയുടെ കടക്കെണി നയതന്ത്രത്തിൽ വീണ് പൊഖാറ അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി ഭീമമായ കടം വാങ്ങി രാജ്യം ചൈനയുടെ ആജ്ഞാനുവർത്തിയായി മാറിയിരിക്കുകയാണ്. ചൈന നടത്തുന്ന ഭൂമി കയ്യേറ്റത്തിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും കപട ദേശീയത ഉണർത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുമാണ് ഇവർ ഇന്ത്യക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നത്. നേപ്പാൾ എന്ന രാജ്യം ഇന്ന് സാമ്പത്തികമായി നിലനിൽക്കുന്നത് തന്നെ ഭാരതത്തിന്റെ ഉദാര മനസ്കത കൊണ്ടാണ്. കടലിലേക്ക് നേരിട്ട് പ്രവേശനമില്ലാത്ത നേപ്പാളിന്റെ 60% വ്യാപാരം നടക്കുന്നത് ഇന്ത്യ വഴിയാണ്. ഇന്ത്യ നേപ്പാൾ സമാധാന സൗഹൃദ കരാർ പ്രകാരം നേപ്പാളി പൗരന്മാർക്ക് ഇന്ത്യയിൽ വരാനും വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ ജോലി ചെയ്യാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ലക്ഷക്കണക്കിന് നേപ്പാളികളാണ് ഇന്ത്യയിൽ തൊഴിലെടുത്ത് സ്വന്തം നാട്ടിലേക്ക് പണം അയക്കുന്നത്. നേപ്പാളിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ ഈ പണമാണ്. എന്നാൽ ചൈനയിൽ പോയി ജോലി ചെയ്യാനോ ജീവിക്കാനോ ഒരു നേപ്പാളി പൗരന് സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ഈ രാഷ്ട്രീയക്കാർ മറച്ചുവെക്കുകയാണ്. നേപ്പാളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഇന്ത്യ വലിയ നികുതി ഇളവുകൾ നൽകുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നേപ്പാൾ വൻതോതിൽ നികുതി ചുമത്തുന്നുമുണ്ട്. എന്നിട്ടും ഭാരതം അയൽരാജ്യമെന്ന പരിഗണന നൽകി അത് ചോദ്യം ചെയ്യാറില്ല. 2015 നേപ്പാളിൽ വൻ ഭൂകമ്പമുണ്ടായപ്പോൾ മിനിറ്റുകൾക്കകം അവിടെ എത്തി ആദ്യ രക്ഷാപ്രവർത്തനം നടത്തിയത് ഇന്ത്യൻ സൈന്യമാണ്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് അവർക്ക് ലക്ഷക്കണക്കിന് വാക്സിനുകൾ സൗജന്യമായി എത്തിച്ചതും ഭാരതമാണ്. ഭാരതവും നേപ്പാളും തമ്മിൽ അതിരുകളില്ലാത്ത സനാതന ധർമ്മത്തിന്റെ വലിയൊരു ആത്മീയ കണ്ണിയുമുണ്ട്. കാഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്രവും ഇന്ത്യയിലെ കാശി വിശ്വനാഥ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം സുപ്രസിദ്ധമാണ്. ജാനക്പൂരിലെ ജാനകി ക്ഷേത്രവും അയോധ്യയിലെ രാമക്ഷേത്രവും തമ്മിലുള്ള ആത്മീയ ബന്ധം മറ്റാർക്കും തകർക്കാൻ കഴിയാത്തതുമാണ്. എന്നാൽ നേപ്പാളിലെ വിദ്യാലയങ്ങളിൽ നിർബന്ധിതമായി മന്ദാരിൻ, അതായത് ചൈനീസ് ഭാഷ പഠിപ്പിക്കാൻ ചൈനീസ് NGOകൾക്ക് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ അനുമതി നൽകിയിട്ടുണ്ട്. നേപ്പാളിന്റെ തനത് ബുദ്ധ ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതാക്കി പകരം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ജനങ്ങളിൽ കുത്തിവെക്കാനും ഭാരതവുമായുള്ള ആത്മീയ ബന്ധം തകർക്കാനുമാണ് ബാലേന്ദ്ര ഷായെ പോലുള്ളവർ ശ്രമിക്കുന്നത്. ചൈനയുടെയും UK-യുടെയും ചാരക്കണ്ണുകളിലൂടെ ഭാരതത്തെ നോക്കിക്കാണുന്ന നേപ്പാളിലെ ചില അധികാരമോഹികളായ രാഷ്ട്രീയക്കാരുടെ ഇത്തരം പ്രകോപനങ്ങൾ തികച്ചും അപലപനീയവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ്. സ്വന്തം നഗരത്തിന്റെ മാലിന്യ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാത്തവർ ഇപ്പോൾ പ്രധാനമന്ത്രി കസേരയിലിരുന്ന് വിദേശകാര്യ മന്ത്രാലയത്തെ പോലും മറികടന്ന് സോഷ്യൽ മീഡിയയിലൂടെയും പാർലമെന്റിലൂടെയും വിഷം ചീറ്റുന്നത് സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് എന്നത് നേപ്പാളിലെ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ തുറന്നു പറയുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം ഇന്ന് 1 ഇഞ്ച് ഭൂമി പോലും ആർക്കും വിട്ടുകൊടുക്കാത്ത ശക്തമായ പ്രതിരോധ നയതന്ത്ര കരുത്താർജിച്ച രാജ്യമാണ്. ഇന്ത്യയുടെ ഉദാര മനസ്കതയും ആത്മസംയമനത്തെയും ബലഹീനമായി കാണാൻ തുനിയുന്നവർക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഭാരതത്തിന് നന്നായിട്ടറിയാം. ഗാൽവനിലും ഡോക്ലാമിലും ചൈനീസ് സൈന്യത്തെ മുട്ടുകുത്തിച്ച ഭാരതീയ സേനയുടെ വീര്യത്തിന് മുന്നിൽ നേപ്പാളിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം കുറുക്കൻ തന്ത്രങ്ങൾ വെറും നിഷ്പ്രഭമാണ്. ചൈനയുടെ തോളിൽ കിടന്ന് ഇന്ത്യയെ കൊത്താൻ നോക്കുന്ന നേപ്പാളി നേതാക്കൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ചൈനയുടെ കെണിയിൽ വീണ് ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും സംഭവിച്ച തകർച്ച നേപ്പാളിനും വരാതിരിക്കണമെങ്കിൽ ഇന്ത്യയുമായുള്ള സൗഹൃദം നിലനിർത്തുകയാണ് അവർക്ക് നല്ലത്. ഭാരതത്തോട് അതിർത്തി തർക്കത്തിന് മുതിരുന്നത് നേപ്പാളിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് മാത്രമേ കാരണമാകൂ എന്ന യാഥാർത്ഥ്യം അവിടുത്തെ ഭരണാധികാരികൾ ബോധപൂർവം മറച്ചുവെക്കുകയാണ്. നേപ്പാളിലെ സാധാരണക്കാരായ ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഭാരതം വൻതോതിൽ നികുതി ഇളവുകൾ നൽകുമ്പോൾ നേപ്പാൾ തിരിച്ചിങ്ങോട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ കനത്ത നികുതിയാണ് ഈടാക്കുന്നത്. ഇത്തരത്തിൽ ഭാരതം നൽകുന്ന വൺവേ ആനുകൂല്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ചില കപട രാഷ്ട്രീയക്കാർ ജനങ്ങളിൽ ഭാരത വിരുദ്ധ വികാരം കുത്തിവെക്കാൻ ശ്രമിക്കുന്നത്. ചൈനയിൽ പോയി തൊഴിലെടുക്കാനോ ജീവിക്കാനോ അവിടുത്തെ കർശനമായ നിയമങ്ങൾ കാരണം ഒരു സാധാരണ നേപ്പാളി പൗരന് സാധ്യമല്ല എന്ന ഇരിക്കെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്ന ഇത്തരം ചൈനീസ് അനുകൂല നിലപാടുകൾക്കെതിരെ നേപ്പാളിനുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നുണ്ട്.
നയതന്ത്ര ചാനലുകളിലൂടെയോ ഔദ്യോഗിക ചർച്ചകളിലൂടെയോ പരിഹരിക്കേണ്ട വിഷയങ്ങളെ കേവലം ഫേസ്ബുക്കിലും ട്വിറ്റർ പ്ലാറ്റ്ഫോമിലും വന്ന് വിദ്വേഷ പ്രചാരണം നടത്താൻ ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര വിശ്വസ്തതയാണ് ബാധിക്കുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താൽപര്യപ്രകാരം നേപ്പാളിന്റെ തനത് ബുദ്ധ ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതാക്കാനും ഭാരതവുമായുള്ള ആത്മീയ ബന്ധം തകർക്കാനും ശ്രമിക്കുന്ന ഇത്തരം ഇടനാഴി രാഷ്ട്രീയക്കാരെ വരും ദിവസങ്ങളിൽ ജനങ്ങൾ തന്നെ പാഠം പഠിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ വളർച്ചയും പ്രതിരോധ കരുത്തിനെയും ഭയപ്പെടുന്ന ചില വിദേശ ശക്തികളുടെ കളിപ്പാവയായി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ പൂർണ്ണമായും മാറിയിരിക്കുന്നു. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളോ തൊഴിലോ നൽകാൻ കഴിയാത്തൊരു ഭരണാധികാരി അയൽ രാജ്യവുമായി ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി സുരക്ഷാ സംവിധാനങ്ങളെ തകിടം മറയ്ക്കാൻ നോക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഭാരതത്തിന്റെ ഉദാര മനസ്കതയും നയതന്ത്രപരമായ സഹിഷ്ണുതയും തങ്ങളുടെ എന്തോ വലിയ ബലഹീനതയാണെന്ന് കാഠ്മണ്ഡുവിലെ ചില കപട രാഷ്ട്രീയക്കാർ തെറ്റിദ്ധരിക്കരുത്. ചരിത്രപരമായ രേഖകളും സൗഗളി കരാറും കൃത്യമായി നിലനിൽക്കെ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചൈനയുടെയും യുകെയുടെയും നീക്കങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന ഇത്തരം ഭരണാധികാരികൾ യഥാർത്ഥത്തിൽ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരമാണ് പണയം വെക്കുന്നത്. ചൈനീസ് കടക്കണിയിൽ വീണ് തകർന്നടിഞ്ഞ ശ്രീലങ്കയുടെയും പാകിസ്ഥാന്റെയും ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നേപ്പാൾ പാഠം ഉൾക്കൊള്ളാത്ത പക്ഷം വരും ദിവസങ്ങളിൽ വലിയൊരു സാമ്പത്തിക സാമൂഹിക ദുരന്തത്തിലേക്കായിരിക്കും ആ രാജ്യം ചെന്നെത്തുക എന്നതിൽ യാതൊരു സംശയവുമില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം ഇന്ന് ഒരു ഇഞ്ച് ഭൂമി പോലും ശത്രുക്കൾക്കോ അയൽ രാജ്യങ്ങൾക്കോ വിട്ടുകൊടുക്കാത്ത അത്ര ശക്തമായ പ്രതിരോധ പൈതൃകമാണ് കാത്തുസൂക്ഷിക്കുന്നത്. ഗാൽവൻ താഴ്വരയിലും ഡോക്ലാമിലും ലോകത്തിലെ ഏറ്റവും വലിയ അധിനിവേശ ശക്തികളായ ചൈനീസ് പടയെപ്പോലും മുട്ടുകുതിച്ച് തുരത്തിയ ഭാരതീയ സേനയുടെ വീര്യത്തിനു മുന്നിൽ നേപ്പാളിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം വില കുറഞ്ഞ കുറുക്കൻ തന്ത്രങ്ങൾ വെറും നിഷ്പ്രഭമാണ്. സനാതന ധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരേ ആത്മീയ കണ്ണികളാൽ നൂറ്റാണ്ടുകളായി ബന്ധിപ്പിക്കപ്പെട്ട ഇന്ത്യ നേപ്പാൾ ജനതയുടെ പരസ്പര വിശ്വാസത്തെ തകർക്കാൻ ഇത്തരം ഇടനാഴി രാഷ്ട്രീയക്കാർക്ക് ഒരിക്കലും സാധിക്കില്ല. ഇന്ത്യ വിരുദ്ധത ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി സ്വന്തം ഭരണം നിലനിർത്താൻ നോക്കുന്ന ഇത്തരം കമ്മ്യൂണിസ്റ്റ് ഏജന്റുമാരെ അന്താരാഷ്ട്ര വേദികളിൽ കൃത്യമായി ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഭാരതത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെയും ഗൂഢാലോചനകളെയും അങ്ങേയറ്റം ശക്തമായ ഭാഷയിൽ തന്നെ തുറന്നുകാട്ടുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഭാരതീയന്റെയും പരമമായ കടമ തന്നെയാണ്. സനാതന ധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും ശക്തമായ ആത്മീയ കണ്ണികളാൽ ബന്ധിപ്പിക്കപ്പെട്ട ഇന്ത്യ നേപ്പാൾ ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ഇത്തരം രാഷ്ട്രീയക്കാർക്ക് കഴിയില്ല. ഇന്ത്യ വിരുദ്ധത പരത്തി രാഷ്ട്രീയ ലാഭം കയ്യാൻ നോക്കുന്ന ഇത്തരം ചൈനീസ് ഏജന്റുമാരെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുകയും ഭാരതത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഇത്തരം വ്യാജ ആരോപണങ്ങളെ ശക്തമായ ഭാഷയിൽ തന്നെ തുറന്നു കാട്ടുകയും ചെയ്യേണ്ടത് ഓരോ ദേശസ്നേഹിയുടെയും കടമ കൂടിയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.